ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഇന്നലത്തെ തമ്പനയിൽ പറഞ്ഞത് ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ട് മാർക്കറ്റിനെ ബാധിക്കുമോ എന്നാണ്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ റിസൾട്ട് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ഒന്ന് എഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം മാർക്കറ്റ് ഒരു ക്രൂഷ്യൽ ലെവൽസിലായിരുന്നു ഇന്നലെ ക്ലോസിംഗ് ഉണ്ടായത്. അതായത് നമ്മുടെ ഡെയിലി നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്ന് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഒരു സ്വിംഗ് ലോവിലാണ്. അതായത് മാർക്കറ്റ് മുമ്പ് അവിടുന്ന് അപ്സൈഡിലേക്ക് പോയിട്ട് മാർക്കറ്റ് അതേ ലെവലിലേക്കാണ് ഇപ്പോൾ തിരിച്ച് ക്ലോസ് ആയിട്ടുള്ളത്. അതും 25,000 താഴെ, ഓൾമോസ്റ്റ് 24,750 അടുത്തായിരുന്നു ഇന്നലത്തെ ക്ലോസിംഗ് ഉണ്ടായത്. സോ ഇതൊരു ക്രൂഷ്യൽ ലെവലായിരുന്നു. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് നല്ലൊരു സ്ട്രോങ് ലെവൽസിലാണ്. ഒരു ട്രെൻഡ് ലൈൻ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു മാർക്കറ്റ് ക്ലോസിംഗ് ഉണ്ടായത്. എനിവേ, നമുക്ക് കഴിഞ്ഞ 6 ദിവസം, അതായത് ഇതിന് മുമ്പത്തെ 6 ദിവസത്തിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമുക്ക് റെഡ് ക്യാൻഡിൽ തന്നെയാണ് ക്രിയേറ്റ് ആയിട്ടുണ്ടായത്. സോ ആദ്യമായിട്ട് സപ്പോർട്ടിന്റെ നമ്മൾ ഇന്നത്തെ സപ്പോർട്ട് എടുത്ത് അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ആയത് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. സോ ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലെവൽസ് എന്ന് പറയുന്നത് ഇന്നലത്തെ ലോ ആണ്. അത് മാർക്കറ്റ് പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ, അത് ഇനി ബ്രേക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരു കൺസോളിഡേഷൻ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്ക് പെട്ടെന്ന് ജമ്പായിട്ട് മൂവ് ആവും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ എനിക്കില്ല. മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി, കാരണം ഇത്രയും ഷാർപ്പ് സെല്ലിങ് കഴിഞ്ഞതുകൊണ്ട് തന്നെ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ റിക്കവറി ആയി പോകുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. പിന്നെ ഗ്ലോബൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതിലൊരു മാറ്റമൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല. സോ നമുക്ക് ഈ ആഴ്ചയിൽ തന്നെ കുറെ ഡാറ്റാസ് ഒക്കെ വരാനുണ്ട്. RBIയുടെ റേറ്റ് കട്ട്, അതുപോലെ US-ന്റെ ഇൻഫ്ലേഷൻ ഡാറ്റാസ് ഒക്കെ വരാനുണ്ട്. അതൊക്കെ മാർക്കറ്റിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഒരു റിക്കവറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ള ലെവൽസ് എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ലെവൽസ് ഇന്നലത്തെ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതിരിക്കുക. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ആ ട്രെൻഡ് ലൈൻ ഇപ്പോൾ ട്രെൻഡ് ലൈനിന്റെ താഴെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ട്രെൻഡ് ലൈൻ മുകളിലോട്ട് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിലും നമുക്കത് പോസിറ്റീവായിട്ട് നോക്കാം. ഇനി നമുക്ക് ചാർട്ട് കൂടി ഒന്നുകൂടി വിശദമായിട്ട് മനസ്സിലാക്കാം. സോ വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അപ്പൊ നിങ്ങൾ കാണുന്നത് ഇവിടെ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലാണ്. നമ്മൾ പറഞ്ഞ ഒരു ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോ കഴിഞ്ഞ ദിവസം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കുക, ഇവിടെ നിന്ന് ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇത്രയും ഒരു സെല്ലിങ് നടന്നതിന് ശേഷം ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ, നല്ലൊരു കുറച്ചും കൂടി ഒരു സ്ട്രോങ് ബോഡിയുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവൽസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഇനി ഹയർ ലെവലിലേക്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽസ്, അതായത് ഇവിടെ ഒരു സ്വിംഗ് ഹൈ ഉണ്ട്, അതായത് ആ ഒരു ലെവൽസ് കൂടി മാർക്കറ്റിന് ഇനി വരുന്ന ഈ വീക്കിൽ തന്നെ ബ്രേക്ക് ചെയ്യാനൊക്കെ കഴിയുകയാണെങ്കിൽ മാത്രം നമുക്ക് ഒരു അപ്സൈഡിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതല്ല, മാർക്കറ്റ് ഒരു പക്ഷേ ഇവിടെ തന്നെ ഈ വീക്കിൽ തന്നെ ഒരു കൺസോളിഡേഷൻ നടന്നിട്ടായിരിക്കും പിന്നെ മാർക്കറ്റിന്റെ ഡയറക്ഷൻ തീരുമാനിക്കുക. അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓർ നമുക്ക് ചിലപ്പോൾ ചെറിയ ഒരു ഒരു വലിയ ട്രേഡിംഗ് ക്യാൻഡിലൊന്നും ചിലപ്പോൾ നമുക്ക് ഇനി കിട്ടണമെന്നില്ല. കാരണം മാർക്കറ്റ് നല്ലൊരു വീഴ്ച വീണിട്ടാണുള്ളത്, നല്ലൊരു ഷാർപ്പ് മൂവ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇനി ചിലപ്പോൾ കുറച്ച് കൺസോളിഡേഷൻ ഒക്കെ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുക. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ട്രെൻഡ് ലൈനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ മാർക്കറ്റ് കഴിഞ്ഞ ഷാർപ്പ് ഒരു ക്യാൻഡിലായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. മാർക്കറ്റ് വീണ്ടും അതിനെ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ട്രെൻഡ് ലൈനെ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലോയിലേക്ക്, അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ലോയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് ഇനിയും വീക്ക്നെസ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. അതല്ല, അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ മാർക്കറ്റ് ഇവിടെ ഇനിയും ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും നല്ലൊരു പോസിറ്റീവായിട്ട് അതിനെ കാണാൻ പറ്റും. ഇനി എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോഴും ഒരു കൺസോളിഡേഷൻ തന്നെയായിരിക്കും പോസിബിലിറ്റി സാധ്യത ഉള്ളത്.
നമുക്കത് ഇനി 2 ദിവസം ഈ വീക്കിൽ ഒരു 3 ദിവസം കൂടി ഉണ്ട് ട്രേഡിങ്ങിന്റെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതും കൂടി കൺസിഡർ ചെയ്യാം. സോ നമുക്ക് നാളത്തെ പ്രൈസ് ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് പ്രൈസ് ആക്ഷൻ ആണോ അല്ലെങ്കിൽ വീണ്ടും സെല്ല് ഇന്നത്തെ ലോ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും താഴോട്ട് തന്നെ നോക്കാൻ പറ്റും. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ ഉള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നാളത്തെ ട്രേഡിംഗ് സെക്ഷൻ നാളെ മിക്കവാറും ഇന്നലത്തെ ഈ ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് വീണ്ടും പോവുകയാണെങ്കിൽ, അതായത് ഇവിടെ നിന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം സെല്ലിങ് തുടങ്ങിയത്, ഷാർപ്പ് സെല്ലിങ് വന്ന് പിന്നെ ഒരു ബൈങ് പിന്നെ. സോ ഇന്ന് മാർക്കറ്റ് കുറച്ചും കൂടി ഒന്ന് റീട്രേസ്മെന്റ് ഒക്കെ തന്നിട്ട് റിക്കവറി ആയിട്ടുണ്ട്. സോ നാളെ ഈ ഒരു ഇന്നത്തെ ഹൈയിലേക്ക് അല്ലെങ്കിൽ ഇന്നലത്തെ ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വീണ്ടും വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റും. അതല്ല മാർക്കറ്റ് ഇനി സെല്ലിംഗ് സൈഡൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ലോ ടെസ്റ്റ് ഒക്കെ വീണ്ടും നടക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും സെല്ലിംഗ് സൈഡ് തന്നെയാണ് പ്രിഫറബിൾ ആയിട്ടുള്ള സെക്ഷൻ. സോ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ആണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് എങ്ങോട്ടാണ് മാർക്കറ്റിന്റെ ഡയറക്ഷൻ എന്നാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് മാർക്കറ്റിൽ അടുത്ത ദിവസം ട്രേഡ് എടുക്കുമ്പോൾ ട്രേഡിലേക്ക് പെട്ടെന്ന് തന്നെ ജമ്പ് ചെയ്യാതെ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്, ഇനിയിപ്പം ഇത്രയും ഒരു സെല്ലിംഗ് ഉണ്ടാക്കിയിട്ട് ഇനി ഒരു അപ്സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ, അതെല്ലാം ഒരു വീണ്ടും സെല്ലിങ്ങിലേക്ക് തന്നെ പോകുമോ എന്നുള്ളതൊക്കെ മാർക്കറ്റിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അടുത്ത ട്രേഡിംഗ് ഡേയിലേക്ക് ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.